ആണവ ഭീഷണി എന്ന് പറയുന്നത് ഒരു ഫോറിൻ ലാൻഡിൽ വെച്ച് ഒരു വ്യക്തി അതാരുമായിക്കൊള്ളട്ടെ മുഴക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയുടെ മണ്ണിൽ വെച്ച് മുഴക്കുന്നത് ഇദം പ്രഥമമായിട്ടാണ്. അത് അമേരിക്ക കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനാവില്ല. ഇതൊക്കെ ഒരു സ്റ്റേജ് മാനേജ്ഡ് ആണ്, എൻജിനീയർഡ് ആണ് എന്ന് പറയാൻ കാരണം അവിടെ കൂടി വന്നിരിക്കുന്നത് എന്താണ് ചടങ്ങ്, ഔപചാരിക ചടങ്ങല്ല. ഇത് ഔപചാരിക ചടങ്ങിന് ശേഷം ആ ഒരു സൈനിക മേധാവി, അവിടുത്തെ സെൻട്രൽ കമാൻഡിന്റെ മേധാവിയുടെ സെൻഡ് ഓഫ് സെറമണി കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ വംശജരായ പാക് ബിസിനസ്സുകാർ അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരായ പാകിസ്ഥാൻ വംശജർ അവരെല്ലാം ഒത്തുകൂടിയ ഒരു ഇടത്ത് നിങ്ങളുടെ മൈക്കുകൾ, മൈക്രോഫോൺസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് എല്ലാം സറണ്ടർ ചെയ്യുക, നിങ്ങൾ എന്നെ കേൾക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്ന്, ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത്, അതിന് തൊട്ട് ശേഷം, അതിന് മുമ്പ് തന്നെ ഈ ജലം, ഈ സിന്ധു നദീജലം മരവിപ്പിച്ചതിന് അല്ലെങ്കിൽ ആ കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനിലേക്കുള്ള നീരോട്ടം തടഞ്ഞ ഇന്ത്യയുടെ നടപടിക്ക് പാകിസ്ഥാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല. അത് രാജ്യത്തോട്, പാക് ജനതയോടായി അമേരിക്കയിൽ വെച്ച് നടത്തിയ പ്രസ്താവനയാണെങ്കിൽ പോലും അമേരിക്കയുടെ കൂടെ എൻഡോഴ്സ്മെന്റ് അതിനുണ്ട്. ജലം അവിഭാജ്യ ഘടകമാണ്, ലോക സമാധാനത്തിന് അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾ ഡാം കെട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ മിസൈലുകൾ വന്ന് ആ ഡാം തകർക്കും. അതാണ് ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഇന്ത്യ ഷുഡ് നോട്ട് എൻറ്റർ ഇൻ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, അത് ചെയ്യരുത് എന്ന ഒരു വെയിൽഡ് ത്രെട്ടാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമി ഈസ് ഓൺ എ ഗുഡ് ട്രാക്ക് എന്ന എൻഡോഴ്സ്മെന്റ് ആണ്. അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഫുട്ട് ഇൻ ദ മൗത്ത് എന്ന നിലയിലായി. കാരണം പറഞ്ഞത് വിടുവായത്തരമായോ എന്നൊരു ശങ്ക ഇപ്പോൾ അസീമിനോട് തോന്നുന്നുണ്ടാകും. ഇന്ത്യ ഉപമിച്ചിരിക്കുന്നത് നല്ല ഹൈവേയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ബെൻസ് കാറിനോടാണ്. പാകിസ്ഥാൻ ഉപമിച്ചിരിക്കുന്നത് ചരക്ക് കയറ്റി വരുന്ന ഒരു ജീർണിച്ച ഒരു ട്രക്കിനോടാണ്. ഇത് തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് പറയുകയാണ്. സോ ദ സ്റ്റേറ്റ് ഓഫ് പാക് ഇക്കോണമി അത് തുറന്ന് സമ്മതിക്കുകയാണ്. അതൊരു അബദ്ധ പ്രസ്താവനയായി പോയി. മറ്റൊരു അബദ്ധ പ്രസ്താവന എന്ന് പറയുന്നത് പാകിസ്ഥാൻ will not hesitate to hit the economic target, trade, economic, commercial, business target. അതിന്റെ ഭാഗമായിട്ടാണ് അംബാനിയുടെ, റിലയൻസിന്റെ കേന്ദ്രങ്ങൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ ഞങ്ങൾ തകർക്കും എന്ന ആ ഒരു ആക്രമണോത്സവമായ ഒരു കാര്യമാണ്.